നമസ്കാരം. ഇന്ന് മീഡിയ 7 ചായ് ചാറ്റ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് അതിഥിയായി വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ജെയിൻ ജോസഫാണ്. നമുക്ക് അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ജെയിൻ ജോസഫ് എത്ര സിനിമയിലാണ് ഇപ്പോൾ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സീരിയലിലേക്കാണ്. സീരിയല്ല? 18 സീരിയൽ, ഇപ്പോൾ 19ാമത്തെ സീരിയലാണ് ഞാൻ ചെയ്തുകൊണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ സീരിയലിനേക്കാൾ കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്നത് സിനിമയിലേക്ക് പോകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ജെയിൻ സീരിയലിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? സീരിയലിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല, നമുക്ക് സിനിമ കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് അറിയാവുന്ന കുറേ ആൾക്കാർ ഉണ്ടാവണം. പക്ഷെ സീരിയലിലേക്കെന്ന് പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ സീരിയൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ വിളിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത് ശുക്രൻ എന്ന സിനിമയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പരിചയമുള്ളത് കൊണ്ടാണ് അവർ വിളിക്കുന്നത്. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വർഷമെങ്കിലും നമുക്ക് അത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ റിലീസാകാൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടണമെന്നില്ല. പക്ഷെ സീരിയലിൽ അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് ചാനലുകൾ ഉള്ളതുകൊണ്ട് എല്ലാ ചാനലുകാരും നമ്മളെ വിളിക്കും. ഒരേ ചാനൽ ഒരേ സമയം അഭിനയിക്കത്തില്ലെന്നേ ഉള്ളൂ മെയിനായിട്ടുള്ള ആൾക്കാർക്ക്. അല്ലാതെ എല്ലാ ചാനലുകാർക്കും നമ്മളെ വിളിക്കും. അപ്പം അവർ തരുന്ന ഡേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ചാനലിലെ സീരിയലാണ് ഇപ്പോൾ ചെയ്തത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ, ഫ്ലവേഴ്സിൽ, മഴവിൽ മനോരമയിൽ 3 ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ റീച്ചായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ പേരെന്ന് പറയാമോ? സൂപ്പർ കൺമണി. സൂപ്പർ കൺമണി. അതിൽ എന്തായിരുന്നു വേഷം? മരിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓൾറെഡി അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. പിന്നെ സിതാര എന്ന് പറയുന്നത് ഫ്ലവേഴ്സിൻ്റെ അകത്ത്, അത് ജൂലൈ ലാസ്റ്റോടു കൂടി ടെലികാസ്റ്റ് ആവും. കുറച്ച് ഷൂട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉടനെ ഇനിയിപ്പം അത് ടെലികാസ്റ്റ് ആവുന്നു. ഏഷ്യാനെറ്റ് ചെമ്പനീർ പൂവ്. അത് എത്ര എപ്പിസോഡായി? അത് 500-530 എപ്പിസോഡോളമായി. ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഞാൻ ടീച്ചറമ്മ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞു. അത് നല്ല റീച്ചുള്ളൊരു സീരിയൽ തന്നെയായിരുന്നു. ഹസ്ബൻഡ് എഡിറ്റിങ്ങിലും പിന്നെ ഫോട്ടോ ഷൂട്ടിലും ഒക്കെ വളരെ വിദഗ്ധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാമോ? പുള്ളി സിനിമയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് എല്ലാം ചെയ്യും. പിന്നെ നാടകത്തിൻ്റെ പോസ്റ്റർ എല്ലാം ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ഇതൊരു ഭയങ്കരമായിട്ടും ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. പുള്ളിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു വർക്കാണ്. ലാസ്റ്റ് ചെയ്തത് ശുക്രൻ എന്നുള്ള സിനിമയാണ്. അതിൻ്റെ അകത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പുള്ളിയായിരുന്നു. പുള്ളിക്കാരൻ ഫോട്ടോസും വീഡിയോസും എടുത്ത് എഡിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ജെയിൻ്റെത് വളരെ ഭയങ്കര വൈറലായി. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലെ വീഡിയോസൊക്കെ പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് പോയി അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? ഷൂട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ട്. മിക്കവാറും വാഗമൺ, മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് വയനാട് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ കുറച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യാന്നുള്ള ഇതിലാണ്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആൾക്കാർ കുറേ പേര് നെഗറ്റീവ് പറഞ്ഞു, കുറേ പേര് സപ്പോർട്ട് ചെയ്തു. അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഗ്ലാമറസ് വേഷം ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ തയ്യാറായി? അങ്ങനെ സോഷ്യൽ മീഡിയസ് പർപ്പസ്ഫുള്ളി ഞാൻ വന്നതല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഇടത്തോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ വന്ന ഒരു വീഡിയോ ആണ് ഭയങ്കരമായി വൈറലായത്. അതിന് മുമ്പ് വൈറലായ ഒരു വീഡിയോ ഉണ്ട്, പക്ഷെ അത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഏതോ ഒരു ചാനലിൻ്റെ അകത്ത് അത് 2.2 മില്യൺ ഒക്കെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ചോദിച്ചതിന് ഞാൻ വനിതയെ വന്ന ഒരു സിനിമ കാണാൻ വന്ന ഒരു വീഡിയോ ആണ് അത് വൈറലായത്. അതായത് ഞാൻ വന്നപ്പോൾ ഒരു മീഡിയം ടോപ്പ് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വരുന്നു. അന്ന് നല്ല തിരക്കുണ്ട് തിയേറ്ററിൽ. അപ്പം ഞാൻ വരുന്നു. ഓൺലൈൻകാർക്ക് ഒരുപാട് പേർക്ക് എന്നെ അറിയാവുന്നത് കൊണ്ട് അവർ സ്റ്റെപ്പിന് മുകളിലാണ് നിന്നത്. ഞാനിങ്ങനെ വന്നപ്പോൾ അവരാ വീഡിയോ എടുത്തതാണ്. പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഇതിലേക്ക് പോയതല്ല. ഒന്നെങ്കിൽ അവരുടെ ആംഗിളിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും. അങ്ങനെ ഇട്ട ഒരു വീഡിയോസാണ്. എല്ലാ ചാനലുകാരും അതെടുത്തിട്ടു. എല്ലാ ചാനലും നല്ല റീച്ച് ഉണ്ടായിരുന്നു. നമ്മളത് ഇങ്ങനെ പർപ്പസ്ഫുള്ളി പോയിട്ട് നമ്മളിങ്ങനെ ഗ്ലാമറായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തൊരു വീഡിയോസൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷയമുള്ളൊരു ഇതുമല്ല. ഞാൻ അതിനെക്കുറിച്ച് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളോ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ വീഡിയോ? അല്ല, നെഗറ്റീവായിട്ട് എന്നെ വിളിച്ചാരും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. എന്നോട് ഇങ്ങനെ നിൻ്റെ വീഡിയോസ് ഉണ്ട്, കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്.
അവരാരും എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ, പക്ഷേ ഇൻസ്റ്റയിൽ എനിക്കധികം നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടില്ല. ഫേസ്ബുക്കിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. ഞാൻ കമൻറ്റുകൾ ശ്രദ്ധിക്കാറില്ല. ഒരു വീഡിയോയ്ക്ക് വരുന്നതും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഹസ്ബൻഡ് എന്ത് പറഞ്ഞു? അല്ല, പുള്ളി ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്താണ്, നമ്മളൊരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ. ഇപ്പം എന്നേക്കാളും കൂടുതൽ ഗ്ലാമർ കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നേക്കാളും എനിക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ ഞാൻ യൂസ് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു ഈ ഇന്റർവ്യൂവിൽ ഇവിടെ ജയിനെ ഇപ്പം ഇവിടെ ഡ്രോപ്പ് ചെയ്തത് അല്ലേ? വളരെ സപ്പോർട്ടാണെന്ന് തോന്നുന്നു. അതെ അതെ, നമുക്കൊരു പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ, ഏത് ഫീൽഡിലാണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഏത് ഫീൽഡിലാണെങ്കിലും, ഇതെന്നല്ല ഏതിലാണെങ്കിലും. ഇപ്പോൾ ഒരു ഓഫീസ് ജോലിക്ക് പോകുന്ന ഒരു ലേഡി, അവർക്ക് ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആ ഓഫീസിൽ കറക്റ്റ് ടൈമിൽ ചെല്ലാനും അവർക്ക് വർക്ക് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിലെ ടെൻഷനും കൊണ്ട് വർക്ക് പ്ലേസിൽ പോകുന്നു, വർക്ക് പ്ലേസിൽ നിന്നുള്ള ടെൻഷനും കൊണ്ട് വീട്ടിൽ വരുന്നു, നടക്കില്ല. അപ്പം നമ്മുടെ ഫാമിലി എപ്പോഴും നമുക്ക് സപ്പോർട്ടാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഇതിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഹസ്ബൻഡ് ഇത്രയും എന്താ പറയുക കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ? നേരത്തെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് മൂവിയാണെന്ന് തോന്നുന്നു. ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ക്യാമറയ്ക്കും ബാക്കിലേക്കായി. വിഷ്ണുരാജ് അല്ലേ? വിഷ്ണു ആർ ഗോവിന്ദ്. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ബാക്കിലേക്കായി. പിന്നെ പുള്ളി അതിൻ്റെ അകത്തൊരു കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. ഓക്കെ. ഇപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോളും. സിനിമ ലൊക്കേഷനിലെ നല്ല അനുഭവങ്ങളെക്കുറിച്ച് പറയാമോ? സിനിമയിൽ ലൊക്കേഷൻ ഞാൻ ശുക്രൻ 6 ദിവസം എനിക്ക് ഷൂട്ട്, 5 ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അത് പള്ളം സ്കൂളിലായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ലൊക്കേഷൻ, നല്ല നമുക്ക് കോ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രസകരമായ ഒരു ലൊക്കേഷനായിരുന്നു. ശുക്രൻ എവിടെയായിരുന്നു? എൻ്റെ ഷൂട്ടുള്ളത് കോട്ടയം പള്ളം സ്കൂളിലായിരുന്നു. കോട്ടയം. എത്ര ദിവസം ഷൂട്ടുണ്ടായിരുന്നു? 5 ദിവസം. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഏത്? അത് കഴിഞ്ഞ് സിനിമയിലേക്ക് പലരും വിളിക്കുന്നുണ്ട്. നമുക്കതെന്നെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ അവർ പറയുമ്പോൾ നമുക്കതൊരു താല്പര്യം തോന്നുന്നില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കത് മാറിപ്പോകുന്നുണ്ട്. നേരത്തെ ജെയിൻ സിനിമയിലേക്ക് ശ്രമിച്ചിരുന്നോ, അതോ ഇപ്പം ഈ അടുത്ത സമയത്താണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. എനിക്ക് പാഷനുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ഭയങ്കര പാഷനായിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പഠിപ്പിലാണ് നമ്മുടെ പേരൻസ് നമ്മളെ പിന്നെ ഞാൻ പഠിച്ചു, ജോലിയായി, പിന്നെ മാരീഡായി. പിന്നെ അങ്ങനെ ഞാൻ വിദേശത്ത് പോയി. ഒരു 10 കൊല്ലം വിദേശത്തുണ്ടായിരുന്നു. പിന്നെ മോളുടെ വിദ്യാഭ്യാസം, മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ മോള് ഇൻഫോ പാർക്ക് ജോബാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ നമ്മുടെ ഈ ഒരു അഭിനയത്തോടുള്ള ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഫാമിലിൻ്റെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ മോളിപ്പോൾ ഇത്രയും വലുതായി. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ എൻ്റെ ഒരു സ്വപ്നത്തെ ഞാൻ പൊടി തട്ടിയെടുത്തതാണ്. ഓക്കെ. ഇടയ്ക്ക് എപ്പോഴോ നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയുള്ളൊരു ജെയിനായിരുന്നില്ല. നമ്മളൊരു സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരി ഒരു ജെയിനായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ തമ്മിൽ കുറേ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൈറലായിട്ട് പെട്ടെന്ന് ഒരാളിൻ്റെ ഉയർച്ച നമ്മൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഞാൻ ഫേസ്ബുക്ക് എടുക്കുമ്പോഴത്തേക്കും ഓൺലൈൻ മീഡിയക്കാരൊക്കെ ജെയിൻ്റെ പുറകെ വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായിരുന്നു അതിന് പെട്ടെന്നുള്ളൊരു വൈറലിൻ്റെ കാരണം? അല്ല, പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പം ഒരു 4 കൊല്ലമായി ഫീൽഡിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാവരെ പോലെ തന്നെ നമ്മൾക്ക് ആ സമയങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ വിളിക്കും, എങ്ങനെ ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ട്, അല്ല സിനിമ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും വേഷം ഉണ്ടായി തരണമെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് അവസരങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ അവസരങ്ങളാവുന്നു. നമ്മൾ കുറേ കൂടെ പോപ്പുലർ വരുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചേഞ്ച് ആകും. അങ്ങനെയാണ് പെട്ടെന്നൊരു ചേഞ്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പെട്ടെന്നല്ല, ഞാൻ ഒരുപാട് സമയമെടുത്താണ്. ഇപ്പം ഈ 4ാമത്തെ കൊല്ലം ഞാനിങ്ങനെ ആയത് കുറേ സമയം എടുത്തിട്ട് തന്നെ ചെയ്തത്. പേരൻസൊക്കെ? ഫാദറുണ്ട്, മദറുണ്ട്, അവരിപ്പോഴും ഉണ്ട്. കൂടെ തന്നെയാണ്? ഇവിടെ കേരളത്തിൽ തന്നെയാണ്? അതെ, ഇവിടെ തന്നെ. എവിടെയാണ് താമസം ഇപ്പോൾ? ഞാനിപ്പോൾ ആലുവയിലാണ് താമസിക്കുന്നത്. ആലുവയിൽ. പുതിയ പ്രൊജക്റ്റ് ഏതെങ്കിലും കമ്മിറ്റ് ആയിട്ടുണ്ടോ? സിനിമ മിക്കവാറും കമ്മിറ്റ് ആകും. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 3 സീരിയൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നാൽ എനിക്ക് സിനിമ ചിലപ്പോൾ ഡ്രോപ്പ് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ അതുമായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമ ചെയ്യും.